നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ഞാൻ ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ. നമ്മൾ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദിവസത്തെ മുഴുവൻ എനർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മറ്റ് രണ്ട് മീൽസിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ രാവിലെ നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് നമ്മുടെ ഫുൾ ഡേയിലത്തെ എനർജി, അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസം എല്ലാത്തിനും നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് നമ്മൾ രാവിലെ ഇങ്ങനെ ധാരാളം ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് പൂരി പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങൾ, ഓയിലി ആയിട്ടുള്ള കാര്യങ്ങൾ ധാരാളമായിട്ട് കഴിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം കൂടുതലായിട്ട് ഉറക്കം വരുന്നത് പോലെ നമുക്കൊരു കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു മൂഡ് തോന്നില്ല. വളരെ ഒരു ലഥാർജി ആയിട്ടുള്ള പോലെയാണ് നമുക്ക് അന്നത്തെ ദിവസം ഫീൽ ചെയ്യുക. ചിലർക്ക് അസിഡിറ്റി പോലെയുള്ള കാര്യങ്ങളുണ്ടാകും. ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ രാവിലെ തന്നെ ഇങ്ങനെ കഴിച്ചു പോകുമ്പോൾ നമ്മൾ അതിന് പകരം വല്ല ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് ഫ്രൂട്ട്സ് പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി ആണെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അന്നത്തെ ഒരു ദിവസം നന്നായിട്ട് നമുക്കൊരു ഫുൾ ഡേ നല്ലൊരു എനർജിയും കിട്ടും. അത്യാവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യാനാണെങ്കിൽ ഒരു ചൊറുചൊറുക്കൊക്കെ നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്നിവിടെ പറയാൻ പോകുന്ന റെസിപ്പി എൻ്റെ പേഴ്സണലായിട്ടൊരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കുഞ്ഞു കുട്ടികളാണെങ്കിലും വരെ നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ മടി കാണിക്കുന്ന കുറേ കുട്ടികളൊക്കെ ഉണ്ടാകും. അവർക്കാണെങ്കിലും ഈ റെസിപ്പി നിങ്ങൾക്ക് രാവിലെ കൊടുക്കാവുന്നതുമാണ്. ഒരു നല്ലൊരു ഫില്ലിംഗ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ എന്താണ് ആ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻ്റ് ആണ്. ഒന്ന് നിലക്കടല, 2 പഴം. വളരെ ചുരുക്കത്തിൽ നമുക്ക് കിട്ടുന്ന ഈ 2 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ നിലക്കടലിൽ നമ്മളൊരു പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ റിച്ച് ആയിട്ട് ഫൈബർ, മിനറൽസ്, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്, പ്രോട്ടീൻ എന്നിവയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് നിലക്കടല. ഇത് ഞാൻ ഇവിടെ ഈ പറയാൻ പോകുന്ന റെസിപ്പി ആയിട്ടല്ല, നമ്മൾ വെറുതെ ആയിട്ട് കഴിക്കുകയാണെങ്കിലും അത്യാവശ്യം നമുക്കൊരു ഫില്ലിംഗ് ആയിട്ടുള്ളൊരു മീലായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും നിലക്കടലേനെ. ഇനി പഴത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വളരെ ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ളൊരു ഫ്രൂട്ട് എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. മിനറൽസ് ആണെങ്കിലും വൈറ്റമിൻസ് ആണെങ്കിലും ഫൈബർ ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ കിട്ടുന്ന നല്ലൊരു എനർജി നമുക്ക് കിട്ടും. എല്ലാവർക്കും കാണാൻ പറ്റും. പഴമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു എനർജിയാണ്, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെയാണ് വർക്കൗട്ടിന് പോകുന്നതിന് മുന്നേ പലരും പഴം കഴിച്ചിട്ട് പോകുന്നത്. കാരണം ചെറിയൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് ഈ റെസിപ്പിക്ക് നമുക്ക് വേണം. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയൊരു ഷേക്കിൻ്റെ രൂപത്തിലാണ്. എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ ഈ ഒരു കാര്യം മാത്രം കഴിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല ഫീലിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു പിടി നിലക്കടല എടുക്കാം. ഒരു പിടി മാത്രം മതി, കൂടുതലായിട്ട് നിങ്ങൾ എടുക്കാതിരിക്കുക. ശേഷം ഈ ഒരു പിടി നിലക്കടല കുറച്ച് വെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വെക്കുക. അപ്പോൾ കുതിർത്ത് വെക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകും, എന്തിനാണ് ഈ നിലക്കടല കുതിർത്ത് വെക്കുന്നത് എന്ന്. ആയുർവേദപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നിലക്കടല എന്ന് പറയുന്നത് ചെറിയൊരു പിത്ത പ്രകൃതിയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ചൂട് കൊടുക്കുന്നത് കൊണ്ട് നമ്മളിങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുമ്പോൾ അതിൻ്റെ ചൂടൊന്ന് ജസ്റ്റ് ഒന്ന് ശമിപ്പിക്കാനും എല്ലാ ക്ലൈമറ്റിലും, ഈവൻ ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ടും വളരെ സേഫ് ആയിട്ടും നമുക്ക് ഇങ്ങനെ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ നിലക്കടലിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. സയൻറ്റിഫിക്കലി അത്ര പ്രൂഫായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ നമ്മൾ ആയുർവേദപരമായിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വളരെ സേഫ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ രാത്രി ഇങ്ങനെ കുതിർത്ത് വെക്കുക. ശേഷം രാവിലെ ആകുമ്പോൾ നമ്മൾ ഈ കുതിർത്തിട്ടുള്ള നിലക്കടല ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ഇതിലേക്ക് നമ്മൾ ഒരു പഴം കൂടി നമ്മൾ അരിഞ്ഞിടുക. ഒരാൾക്കാണെങ്കിൽ ഒരു പഴം, അങ്ങനെയുള്ളൊരു കണക്ക് മതി, അധികം ഒന്നും ആഡ് ചെയ്യേണ്ട. ഒരു പഴം അരിഞ്ഞിട്ടതിന് ശേഷം ടേസ്റ്റ് കുറച്ചൊന്ന് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് 1 ടീസ്പൂൺ തേനും കൂടി നമുക്ക് അതിൽ ആഡ് ചെയ്യാം. തേൻ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക. ശേഷം നന്നായിട്ട് പേസ്റ്റായിട്ട് വരുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്കൊരു ഷെയ്ക്കിൻ്റെ രൂപത്തിൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് എനർജി നൽകുന്ന നല്ലൊരു ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ പാലോ ഒന്നും നിങ്ങൾ ആഡ് ചെയ്യേണ്ട, കുറച്ച് പച്ചവെള്ളത്തിൽ ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഷേക്ക് എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ 2 പേർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ അത് കഴിക്കുക. പക്ഷേ നിങ്ങൾ ഒരു മീൽ നിങ്ങൾ കട്ട് ചെയ്യുക, അതായത് ലഞ്ചോ ഡിന്നറോ ഏതെങ്കിലും ഒന്ന് കട്ട് ചെയ്യാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിലക്കടയിൽ അത്യാവശ്യം നമുക്ക് കാലറിയൊക്കെ കിട്ടുന്നത് കൊണ്ട് ഇത് 3ഉം കഴിക്കുമ്പോൾ വളരെ ഹെവി ആവും. വെയിറ്റ് ഗെയിനിനാണത് നിങ്ങൾക്ക് ചാൻസസ് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ ഒരു മീൽ കട്ട് ചെയ്യുക. വെയിറ്റ് ഗെയിനിനാണ്, അതായത് വെയിറ്റ് കുറച്ച് കൂട്ടാനാണ് നിങ്ങൾക്ക് താല്പര്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 നേരം ഭക്ഷണം കഴിച്ച കുഴപ്പമൊന്നുമില്ല. പക്ഷെ രാവിലെ നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് കഴിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് കിട്ടും. പക്ഷേ നമ്മൾ വെള്ളം ഒഴിച്ച് ഗ്രൈൻഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ കുറച്ച് പാലൊഴിച്ച് ഗ്രൈൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ വെയിറ്റ് ഗെയിനിന് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഷേക്ക് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ ഒരു 4-5 മണിക്കൂർ പെട്ടെന്നൊന്നും വിശക്കൊന്നുമില്ല. കുറച്ച് അത്രയും ഹെവി ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്.
അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനും നമ്മുടെ ബോൺസിനെയും മസിൽസിനും ഒക്കെ നന്നായിട്ട് ഹെൽത്തി ആക്കുന്നതിന്, കാരണം ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോട്ടീൻ ആണെങ്കിലും ഹെൽത്തി ഫാറ്റും എല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ബോൺസിനും മസിൽസിനും രക്തം ശരീരത്തിൽ കുറവാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഡ്രിങ്ക് ഞാൻ കൂടുതലായിട്ടും ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് അത്രയും പ്രിഫർ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇൻസുലിനൊക്കെ എടുത്ത് വരികയാണ്, ഹൈ ലെവലിലാണ് നിങ്ങളുടെ ഡയബറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നിങ്ങളൊന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ പീനട്ട് അലർജി ഉള്ള ആളുകളുണ്ടെങ്കിലും ഇതധികം ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവർക്കും അത്യാവശ്യം ഒരുപോലെ നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു ഡ്രിങ്ക് കഴിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കുറച്ചൊന്ന് ഹെവി ആവും. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഒന്ന് ഫുഡ് മാനേജ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ളൊരു വേ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ എന്നെ അറിയിക്കാനും കൂടി ശ്രദ്ധിക്കണം. ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.